ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ പണി ചെയ്യുക എന്നതിലുപരി പ്രധാനപ്പെട്ടതാണ് പണി ചെയ്യുന്നുണ്ടെന്ന് ഇവിടുത്തെ CCTV ക്യാമറകളെ തോന്നിപ്പിക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് സാലറി കിട്ടുള്ളൂ. ഒരു പ്രഭാതമായിട്ട് നല്ലൊരു തുടക്കാവണേ. തുടങ്ങിയോ? ഹലോ, ഞാൻ കുഞ്ഞിക്കണ്ണനാണ്. നിങ്ങൾ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? പട്ടി കുഞ്ഞിക്കണ്ണ അടിച്ച് നിന്റെ കറ ഞാൻ പൊട്ടിക്കും. കാരണം ഞാൻ അങ്ങോട്ട് മാറ്റാ നിന്നെ നിന്റെ മുതലാളിനെ കൂട്ടിയിട്ട് കത്തിച്ചടിട്ട് പല്ല് വെച്ച് കളയും. നീ ആരാണോ നിന്റെ വിചാരം? ഞാൻ അങ്ങോട്ട് ഹലോ 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 സാർ, കുഞ്ഞിക്കണ്ണനാണ്. ഞാൻ എങ്ങനെയാണ് സാർ സഹായിക്കേണ്ടത്? ദൈവത്തെ ഓർത്ത് നീ എന്നെ സഹായിക്കരുത്. അഥവാ സഹായിച്ച എന്റെ അമ്മത്തി സത്യം ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും. രാവിലെ തന്നെ തെറിയാണല്ലോ. ഹലോ, ഞാൻ കുഞ്ഞിക്കണ്ണനാണ്. ഡെൽറ്റ കമ്പനിയിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? സാർ, അത് ഞങ്ങളുടെ പ്രശ്നമല്ല, സാറിന്റെ പ്രശ്നമാണ് സാർ. അതെ സാർ, ഒരു ഇലക്ട്രോണിക് മെഷീനിൽ വെള്ളം ഒഴിച്ചാൽ അത് എങ്ങനെയാണ് സാർ വർക്കാവുന്നത്? ഉദാഹരണത്തിന് സാറിന്റെ ടിവിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കുക, അത് വർക്ക് ചെയ്യുമോ? ഇല്ല. അപ്പൊ അത് ആരുടെ തെറ്റാണ്? എന്റെ തെറ്റ്. പിന്നെ എന്തിനാണ് സാർ എന്നെ തെറി പറയുന്നത്? സോറി, എന്റെ പേര് പറഞ്ഞേ കുഞ്ഞിക്കണ്ണൻ. കണ്ണാ വെക്കട്ടെ. ഇവനൊരു കറകളഞ്ഞ മണ്ടനായതുകൊണ്ട് അവൻ വെച്ചിട്ട് പോയി. ഞാൻ ഇങ്ങനെ തെറിയൊക്കെ കേൾക്കാൻ കാര്യം ആരാ? ഞങ്ങളുടെ MD അനിൽകുമാർ സാർ. ദൈവമേ, ആ പാവപ്പെട്ട മനുഷ്യന് നല്ലൊരു വെള്ളിടി വെട്ടി താഴെ കിടക്കുമ്പോ മൂട്ടം പാമ്പ് വന്നവരുടെ പാണ്ടിലോട് കയറിപ്പോയാലും അവനൊന്നും പറ്റല്ലേ. അനിൽകുമാർ സാർ. കുഞ്ഞിക്കണ്ണ, എന്തോ? നീ എന്നെ ഇപ്പൊ പ്രാവിയായിരുന്നോ? ഇല്ലല്ലോ സാർ. CC ക്യാമറയ്ക്കകത്ത് മൈക്ക് വെച്ചേക്കുന്ന വലിക്കാനല്ല. ഇതെന്താ ബിഗ് ബോസോ? എന്തോ? 5 മിനിറ്റിനകത്ത് ഞാൻ അവിടെ എത്തിയിരിക്കും. ഓക്കെ സാർ. ഗുഡ് മോർണിംഗ്. താങ്ക് യു സാർ. സ്റ്റാഫായ ഇങ്ങനെ വേണ്ട, സ്റ്റാഫായാൽ ഇങ്ങനെ വേണം. ഈ ദിവസം ഇത് ചെയ്താൽ എന്താ കുഴപ്പം? കുഞ്ഞിക്കണ്ണ, എന്തോ? അമേരിക്കൻ കമ്പനിക്ക് മെയിൽ അയച്ചോ? മെയിൽ അയച്ചല്ലോ സാർ. എപ്പോൾ? ഇന്നലെ തന്നെ മെയിൽ അയച്ചായിരുന്നു. അമേരിക്കൻ കമ്പനിക്ക് നീ മലയാളത്തിലാണോ മെയിൽ അയക്കുന്നത്? എന്നിട്ട് കുഞ്ഞിക്കണ്ണൻ തൊഴുകൈയോടെ ഒരു ഹാർട്ട് കൂടെ ഉണ്ടായിരുന്നല്ലോ. അത് ഞാൻ മറന്നു. 10 ലക്ഷം രൂപയുടെ ലോസാണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത്, അറിയാമോ? എന്താടാ ആവും? കഴിഞ്ഞ വർഷം ഞാൻ കാരണം 50 ലക്ഷം രൂപയുടെ ലോസ് അല്ലേ ഉണ്ടായത്. അത് വെച്ച് നോക്കുമ്പോൾ 40 ലക്ഷം പ്രോഫിറ്റ് അല്ലേ സാർ? അയ്യോ, നിന്നെ പോലെ എടുത്ത മതിയാടാ. ഞങ്ങളെ പോലുള്ളവരെല്ലാം ലക്ഷപ്രമുഖരാകാൻ. സാർ, അത് നല്ലതല്ലേ? പക്ഷെ അതിനുമ്പ് കോടീശ്വരന്മാരായിരിക്കണം. അവിടെ നിന്നാണ് നീയൊക്കെ ഇറക്കി ഇവിടെ കൊണ്ടു വെക്കുന്നത്. അതോർക്കണം. കൃത്യമായ രീതിയിൽ നീ ജോലി ചെയ്ത് വല്ല കുഴപ്പമുണ്ടാവും. നീ എപ്പോ വരുന്നു പോകുന്നറിയാൻ ഞാൻ ധൈര്യമുണ്ട്. നീ ഇതാ വെളിയിലോട്ട് നോക്കി അത് കണ്ട? അതല്ല സാർ, ആധുനിക കാൽക്കുലേറ്റർ ആണോ? ആധുനിക കാൽക്കുലേറ്റർ ഒന്നും അല്ല. പിന്നെ എന്നാ അത്? അത് ബയോമെട്രിക് സെൻസർ. നീ എപ്പോ വന്നു, നീ എപ്പോ പോയി, എപ്പോ വന്നു എപ്പോ വന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയാ. 6 ലക്ഷം രൂപയാ. സാർ എന്തൊരു മണ്ടനാ സാർ. എന്നോട് ചോദിച്ചാൽ ഞാൻ അറിയല്ലോ ഞാൻ എപ്പോഴാണ് വന്നത്, എപ്പോഴാണ് പോയത്. ഈ സാമാനം കൊണ്ട് ഇവിടെ വെക്കാൻ വല്ല കാര്യമുണ്ടോ? സാറിനോട് എനിക്ക് 2 വർത്തമാനം പറയാനുണ്ട്. സാറേ, കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയ ശമ്പളത്തിൽ 3000 രൂപ കുറവുണ്ടായിരുന്നു. PF അടവാണോ? PF അടവല്ല. പിന്നെ കഴിഞ്ഞ മാസം ഒരു 3-4 ദിവസം നീ വന്നില്ലായിരുന്നല്ലോ, പനിയാണെന്നുള്ള അടവ് വെച്ച്. ആ അടവാ. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് പറ. ഈ കമ്പനിയിൽ മെഡിക്കൽ ലീവ് ഇല്ലേ? ഉണ്ട്. പക്ഷെ മെഡിക്കൽ ലീവ് എന്ന് പറഞ്ഞിട്ട് കടപ്പുറത്ത് വരുന്ന കടല കഴിക്കുന്നതല്ല മെഡിക്കൽ ലീവ്. അത് കണ്ടായിരുന്നാ? അപ്പൊ നീ പോയാലല്ല. ഓസ്ട്രേലിയൻ കമ്പനിക്ക് ഇന്ന് തന്നെ ഒരു മെയിൽ അയക്കണം. മെയിൽ അയക്കാം സാർ. 2 ദിവസം ഞാൻ കാണില്ല, ഞാൻ ടൂറിലായിരിക്കും. അപ്പൊ നീ തെറ്റിക്കുമല്ലോ. അന്നേരം വന്ന് അടിക്കാൻ സമയം കാണുന്നില്ല. തീരുമല്ലോ. കാരണം നിനക്കറിയാവോ, ഞാനേ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് വന്നതാണ്. നിനക്കറിയാമോ, ശൂന്യതയിൽ നിന്ന് ഇവിടെ പാടാ ഇവിടെ വാ എന്നെ മെയിൽ അയച്ചോണ്ടിരിക്കും. ഞാൻ വളരെ ശൂന്യതയിൽ നിന്ന് വന്ന ഒരാളാണ്. അതാണോ പറഞ്ഞത്? എന്റെ അച്ഛൻ ഒരു കർഷകനായിരുന്നു. സത്യം പറഞ്ഞ കോളേജ് പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ഒരു ദിവസം ഫീസ് തരാൻ വേണ്ടി കോളേജിൽ പോയി. മുഷിഞ്ഞ ഡ്രസ്സും ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും കൂടെ കളിയാക്കിയപ്പോൾ സത്യം പറയാൻ നെഞ്ചു പിടച്ചു വിടാം.
മുഷിന്റെ നോട്ടെന്റെ കൈ വെച്ച് എന്നിട്ട് ഫീസ് അടക്കി മക്കളെ എന്ന് പറഞ്ഞ് പോയി ഞാൻ. ഓ, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ എന്റെ അച്ഛൻ മരിച്ചു. അച്ഛന് മെയിലേക്കണായിരുന്നു. എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട്. ഞാൻ ഇനി കമ്പനി ജോലി ചെയ്യുന്നില്ല. ഇവിടെ തനിക്കൊരു വിചാരമുണ്ട്, താമലി യൂസഫലിയാണ്. എന്നാ താനൊരു പുല്ലുണ്ട്. ഇവിടെ ഓയിലെക്സിന് ഒരു ബെഞ്ച് മേടിച്ചിട്ട് അതിനകത്ത് തവള ഇരിക്കണമെന്ന് ഇരുന്ന് വന്ന താൻ വലിയ ആളാവില്ല. ഭയങ്കര സാലറി ഇൻക്രിമെന്റ് താനോട് ചോദിച്ചപ്പോ താനോട് പറഞ്ഞ ഓവർ ടൈം വർക്ക് ഉണ്ടാക്കരുത്. അങ്ങനെ ഓവർ ടൈം ഞാൻ വർക്ക് ഉണ്ടാക്കി വരുന്നോടെ പറഞ്ഞ കുഞ്ഞിക്കണ്ണ നീ ഭയങ്കര ഓവറാണ്. കുഞ്ഞിക്കണ്ണ ഇന്നൊരു സ്റ്റാഫ് കൂടെ നിന്റെ അണ്ടറിൽ വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. വന്നു കയറണം അവിടെ വള്ളി നിൽക്കണോ? ഞാൻ ഇപ്പോഴും നടക്കും. എന്നിട്ട് ഞാനൊരു കമ്പനി തുടങ്ങും. ഞാൻ എന്റെ സ്റ്റാഫിനെ സ്നേഹിക്കും. എന്നിട്ട് സ്റ്റാഫില്ലാതെ താഴെ കിടന്ന് കാണിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണണോ? മത്തങ്ങാത്തരനാണോ? പോണം മത്തങ്ങ തലയാ പറയണ്ടായിരുന്നു. ആരാത്? പെറ്റിനെറ്റോ. നെറ്റോ? അവളുടെ പേരാണ് പെറ്റിനെറ്റോ. അല്ലെങ്കിലും സാറിന്റെ അച്ഛന് മേലിക്കാൻ പാടില്ല. ഓസ്ട്രേലിയ കമ്പനിക്ക് ഞാൻ മേലിക്കാൻ പാടില്ല. ഞാൻ തെറ്റാണ് സാർ. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അല്ല, നിനക്ക് ഇൻക്രിമെന്റ് കൂട്ടി വേണം. ഇൻക്രിമെന്റിന്റെ ആവശ്യമില്ലോ. എനിക്ക് 15,000 രൂപ സാലറി ഉണ്ടല്ലോ. 10,000 ഉള്ളൂ. എന്നാലും മതിയല്ലോ. ഈ കാലത്ത് ഒരു മനുഷ്യൻ ജീവിക്കാൻ 10,000 ധാരാളമാണല്ലോ. പക്ഷെ അതിനകത്ത് 5,000 രൂപ ഞാൻ പിടിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല 5,000 ഫിക്സ്. ഞാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. കൊച്ചിന് കാമ്പ് കൊച്ചിന് കാമ്പുകരോ ഭർത്താവോ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടോ? ആരുമില്ല. 5,000 മുതലായി. ഞാൻ പോയില്ല സാർ. ഉദാഹരണത്തിന് സാറിന് പെട്ടെന്ന് ദേഷ്യം വന്നാൽ ഈ പെറ്റിയെ തല്ലാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഒരാള് വേണ്ടേ? അല്ലാണ്ട് ആള് വേണ്ടേ? അതുകൊണ്ട് നീ ഇവിടെ നിൽക്കാറുണ്ട്. പോകുന്നില്ല. ആളെ ഒന്ന് പരിചയപ്പെട്ടോട്ടെ. പരിചയപ്പെട്ടോ? ഞാൻ കുഞ്ഞിക്കണ്ണൻ. ഹായ് കുഞ്ഞിക്കണ്ണ. ഞാൻ കാണും നേരം തൊട്ട് കണ്ണാലെ കണ്ണാലുള്ള കവരും പെണ്ണ് അറിയാതെ അറിയാതെ സഖിയാൻ പെണ്ണ് മഴവില്ലിൽ ചേരും സ്നേഹം കൂടെ കൂടാനോമൽ പെണ്ണുണ്ട് അവയില്ലെങ്കിൽ നീ ഇവിടുന്ന് പോകാൻ വന്നല്ലേ? രാജി വെച്ച് പോകാൻ വന്നല്ലേ? രാജിക്കത്ത് വന്നല്ലേ? അവൻ രാജിക്കത്ത് എഴുതിയിരിക്കുന്നുണ്ടോ? ആ രാജികഥ രാജിക്കത്ത് എഴുതുന്നത് കുഞ്ഞിക്കണ്ണൻ വിടവാങ്ങുന്നു. കുഞ്ഞിക്കണ്ണൻ വിടവാങ്ങുന്നു. പക്ഷെ കുഞ്ഞിക്കണ്ണൻ എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നോ? എവനെ എനിക്ക് അറിയാവുന്നത് കൊണ്ടും എവൻ എന്തെഴുതുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടുമാണ് ഞാൻ ഇതൊക്കെയാണ് ക്ഷമിക്കുന്നത്. അപ്പോ കുട്ടി, ഞാൻ എന്റെ കമ്പനി അത് പരിചയപ്പെടുത്താം. സാറിന്റെ കമ്പനിക്കാർക്ക് എന്നെ പരിചയപ്പെടുത്തുന്നേ. ഞാൻ നിന്ന് കൂറ്റുന്ന ആൾക്കാരെ പരിചയപ്പെടുത്താന്നല്ല ഞാൻ പറഞ്ഞത്. ഈ കമ്പനിയുടെ ഡേറ്റാ സെക്ഷൻ ഒന്ന് പരിചയപ്പെടുത്താമെന്നാണ് പറഞ്ഞത്. അതെ. Delta International Company is an international company that associates with certificate of patients and peoples and customers and accounting. Accounting is the act of recording, classifying, summarizing insights of money, interpreting the results thereof. എന്തൊരു അറിവാണ്. ചെറിയ അറിവേ ഉള്ളു. ഇതെന്നെ 2 വർഷം കാണാതെ പഠിച്ച് ഇമ്പോസ് ചെയ്ത് പഠിച്ച ഇതിനിടെ SMNR മൂല്യം ആദ്യം ഒരു വീണ്ടും നടന്നു. ചോദിച്ചു നോക്കിയാൽ സാറേ, എനിക്കൊരു സംശയങ്ങളുണ്ട്. Yes. എന്താ അവിടെ ചോദിച്ചോളൂ. അതായത് സാറേ, ഞാനിപ്പോ രാവിലെ വൈകിട്ട് പോയി വരേണ്ട സമയം അറിയാൻ പറ്റിയിരുന്നെങ്കിൽ. വൈകുന്നേരം ഇവിടെ പോയാലല്ലേ രാവിലെ വരുന്ന സമയത്തിന്റെ കാര്യമുള്ളൂ. അയ്യോ, അപ്പൊ അത്രയും ജോലിയുണ്ടോ? ജോലി ഉണ്ടായിരുന്നല്ലേ, ഞാൻ വിടത്തില്ല. ഭയങ്കര പണിയാ അല്ലേ സാറേ? പക്ഷെ CC ക്യാമറ താഴെ ഇരുന്ന പണിയേണ്ടത്. 5 മണിക്ക് നോക്കും. താങ്ക് യു. പിന്നെ സാറേ, ഈ സാലറിയുടെ കാര്യം ഇനി മാത്രമേ ഉള്ളൂ. പണിയായിരിക്കും, പക്ഷെ സാലറി അത് കൃത്യസമയത്ത് കിട്ടും. എങ്ങനെ കിട്ടത്തില്ലേ? കിട്ടും. സാറിനറിയോ, ഞാൻ സ്വന്തം കാര്യം നിൽക്കാൻ വേണ്ടി ജോലിക്ക് വന്നേ. അപ്പൊ ഇത് വാടക കൊടുത്താ എന്നെ ഒരു കൗണ്ടറാ സാറേ. നല്ല പണിയുണ്ടോ സാറ്? ഇതൊക്കെ പഴയ തമാശയാ. ആ എങ്ങനെ? പഴയ തമാശ. 2000 രൂപ വയ്ക്കും. പഴയ തമാശ പുതിയ രീതി പറയുന്ന ആളാ സാറ്. സാറേ, സാലറിക്ക് വേണ്ടി മാത്രം
ഞാൻ അവിടെ ജോലിക്ക് വന്നേ. കുട്ടി അവിടെ പെറ്റിയിലേക്ക് തെറ്റിയത്. നമ്മളൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? സാലറി. ക്രെഡിറ്റ് കാർഡ്, അതും 2 എണ്ണം. എന്നിട്ട് ഈ പുല്ലടക്കാൻ വേണ്ടിട്ട് നമ്മൾ പണിയെടുക്കണം, അതും പട്ടിയെ പോലെ. എക്സ്ക്യൂസ് മീ, ഞാൻ ഈ കമ്പനിയുടെ ഡാറ്റാസിനെ കുറിച്ച് ഒന്ന് വിശദമായി ചർച്ച ചെയ്യാം. ഷുവർ സർ. കുഞ്ഞിക്കണ്ണ, മീറ്റിംഗ് ആണോ സർ? യെസ്, മന്ത്ലി മീറ്റിംഗ്. ഓ, ഞാൻ വന്ന ദിവസം എന്തായാലും കൊള്ളാം. മന്ത്ലി മീറ്റിംഗ് എനിക്ക് പെരി പെരി മതിയേ. മന്ത്ലി മീറ്റിംഗ് അല്ല, മന്ത്ലി മീറ്റിംഗ്. ഷുവർ സർ. ഇതെന്താണെന്ന് ഒന്ന് പറയാമോ? സാർ, സാറിന് അറിയാലോ, ഞാൻ തൊട്ട് മുന്നേ വർക്ക് ചെയ്തത് കാർബൺ എന്റർപ്രൈസസിലാണ് സാർ. കാർബൺ എന്റർപ്രൈസസ്. Yes, sir. അപ്പം ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ പ്ലീസ്. ഷുവർ സാർ. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തരരുത് സാർ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാർബൺ എന്റർപ്രൈസസിൽ ഇത് സിമ്പിൾ ആണ് സാർ. അതായത് ആ കേവ് കണ്ടാൽ അറിയാം സാർ. കേവ് കണ്ടാൽ അറിയാം സാർ, അത് ശബരിമലയാണ് സാർ. പഠിക്കട്ടെ. പടിക്കെട്ടിന്റെ ശബരിമല കറവില്ലേ? നീ എന്തിനാ വിളിക്കുന്നത്? നിനക്കറിയാവോ? ഇതുപോലൊരു ഗ്രാഫ് സാർ ഞങ്ങളെ കാണിച്ചെങ്കിൽ യു ഹാവ് നോ ബ്രെയിൻ. ഐ ആം കൺസേൺ. കുട്ടി പറഞ്ഞ പോലെ ശബരിമല ഒന്നുമല്ല സാർ. ഇത് എക്സ് ആൻഡ് വൈ ആക്സിസിൽ ക്രമീകരിച്ചിരിക്കുകയാണ്. നോക്കൂ, ഇത് വർഷത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ നോക്കൂ, അത് കയറി വന്ന പോയിന്റിനെ സൂചിപ്പിക്കുന്നു. കറക്റ്റ് സാർ? എക്സാക്ട്ലി. ഇത് ശബരിമലയല്ല സാർ, ഇത് പശ്ചിമഘട്ട മലനിരകൾ. ഇവിടെ ഒരു ചെറിയ മരം നട്ടു, കണ്ടോ? അത് ഒന്നിലാണ് നിൽക്കുന്നത്. അതിങ്ങനെ വളർന്ന് 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 മലയായി രൂപാന്തരപ്പെട്ടു. ഓരോരുത്തരുടെ പച്ച കളറിലല്ലേ സാർ? ഞാൻ ഹഗ് ചെയ്യുന്നുണ്ട്. ഒരു കോർപ്പറേറ്റ് കമ്പനി എടുത്ത് വന്നിട്ട് പശ്ചിമഘട്ടം മാറ്റമല്ലേ? മിസ് ഫിറ്റിംഗ്. യെസ് സാർ. ആദ്യം എനിക്ക് നമ്മളെ പറ്റിയേ. ഇത് വളരെ സിമ്പിൾ ആണ് സാർ. അതായത് ക്രമീകരിച്ചിരിക്കുന്ന മുറിച്ചിരിക്കുന്ന രീതി വെച്ചിട്ട് ഇത് പിസയാണ് സാർ. എന്താ നിന്റെ അഭിപ്രായം? അതിന് കുറവൊന്നുമില്ലല്ലോ സാർ. ഇത് ആ കുട്ടി പറയുന്ന പിസയൊന്നും അല്ല സാർ. സാർ, ഇതൊരു വൃത്തത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതെ, എനിക്ക് മനസ്സിലായി. ഇതിൽ ധാരാളം കളറുകൾ കാണുന്നുണ്ട്. ഈ കളറിനെ നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്ന ശതമാന കണക്കിലാണ്. ലോകത്ത് എല്ലായിടത്തും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് സാർ. ഞാൻ പറയട്ടെ, ഇതെന്താണ്? ശ്രീകരൻ സാറിന്റെ സ്മാർട്ട് ഷോയിലെ ചക്ര. കോർപ്പറേറ്റ് ഓഫീസില് ശ്രീകണ്ഠൻ നായർ സാറിന്റെ ചക്രം. ഇതിന് പേര് എന്റെ പിസയായിരുന്നു. ഞാൻ തോറ്റു. നീ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും ചോദിക്കുക, എന്താ വരുന്നത്? നിനക്ക് നേരത്തെ അറിയാമല്ലോ. അപ്പൊ ബാക്കിയുള്ളവർക്ക് നീ മലപ്പുറം കള്ളം പറഞ്ഞായിരുന്നു. തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഞാനിത് ഗവേഷണം ചെയ്യുകയും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അറിയാമോ? അവിടെ ഒന്ന് എത്തി ചോദിച്ചാൽ ഞാൻ പറയല പച്ച കിറ്റാറ്റാണ്. എന്തായാലും കൺഗ്രാജുലേഷൻസ് കേട്ടോ. ഫീമെയിലിനെ വിട്ടിട്ട് മെയിൽ അയക്കാൻ നോക്ക്. എന്റെ ഫസ്റ്റ് വർക്ക്. ചേട്ടാ, ഇവിടെ സ്ട്രെസ് ഉണ്ടോ? ഇവിടെ ഇല്ല, താഴത്തുണ്ട്. എന്താ ഡ്രസ്? ഒരു കോമഡിയോ? വേറെ സാധനം ഉണ്ടല്ലോ. പറഞ്ഞാട്ടെ. കാലിലിടാൻ ചെരുപ്പ്, തണുപ്പത്ത് വേണം പുതപ്പ്, നീ എന്റെ തെരുപ്പ്. എന്നും വരാൻ തോന്നുക കുഞ്ഞിക്കാൻ എന്നെ കാണാൻ. എന്തോ ഡിലീറ്റിംഗ്. അയ്യോ, എന്റെ മൗസ് പാഡ് വർക്ക് ചെയ്യുന്നില്ല. എനിക്കൊരു മൗസ് തരും. മൗസ് തരാൻ ഞാൻ ക്യാറ്റ്. എനിക്ക് വഴിയത് എന്നെ ചളിയത്. വേറെ സാധനമല്ല, കീബോർഡിലുണ്ട് കീ, ഡോറിലുണ്ട് കീ, നീ എന്റെ പൂക്കി. ഞാൻ നിന്നെ പൊക്കും. എനിക്കിഷ്ടമാണ്. ഐ ലവ് യു. ഇതാകുമ്പോ ജോലി സ്ഥലത്ത് വരാനെങ്കിലും ഒരു ത്വരയുണ്ടായി. മെയിൽ അയച്ചോടാ. അയക്കോ സാർ? അയക്കാന്ന് പറയുന്നല്ലാണ്ട് മെയിൽ അയക്കുന്നില്ലല്ലോ. എന്തുവാ? ഓസ്ട്രേലിയക്ക് കൊണ്ട് അമേരിക്കക്ക് പോയി. സാറേ
എനിക്കിഷ്ടമാണ്. ഐ ലവ് യു. നീ ഇപ്പൊ വൈദ്യം വായിച്ചോ? ഇല്ല. അപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. സാറേ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ തല ഇങ്ങനെ ഇതില്ലേ? അപ്പൊ തോന്നിയതല്ല. സാറേ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോളൂ. അതെ സാർ, ഇത് ആക്ച്വലി ഇത് ഓസ്ട്രേലിയൻ കമ്പനിക്ക് പോകേണ്ടതാണ്. അപ്പൊ അതിനകത്ത് ഇവിടെ ഇങ്ങനെയുണ്ട്. സാറ് നല്ല ടെൻഷനിലായിരിക്കും. ഞാൻ സഹായിക്കാം. എന്തിനാണ് ഓൺ ഓഫ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അതായിട്ടുണ്ടല്ലോ നമ്മുടെ പ്രധാന ക്ലൈന്റ് ആണ് കേട്ടോ. അത് നമ്മളൊരു കല്ല് പറഞ്ഞൊക്കെ എനിക്കൊരു ടെൻഷനും ഇല്ല. ഇവിടെ വർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ട്രെയിനിലിരിക്കുന്ന രീതിയിലൊക്കെ ഒറ്റണീറ്റില്ല സാർ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തെറ്റാനും വേണ്ടിയില്ല, അവന്റെ അടുത്ത് പോവുകയും വേണ്ട. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എങ്ങനെ? ഷുഗർ ഉണ്ടല്ലേ? എങ്ങനെ കൈ വരയ്ക്കുന്നു? കേട്ടോ വെറ്റിയുടെ സങ്കല്പത്തിലെ പുരുഷൻ എങ്ങനെയാ? സങ്കല്പത്തിലെ പുരുഷൻ എന്ന് പറയുമ്പോൾ കുറച്ചൊരു മെച്യൂരിറ്റി വേണം കേട്ടോ. മെച്യൂരിറ്റി തന്നെ കുറച്ച് പ്രായം വേണം എന്നെക്കാളും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പൊ മിമിക്രി ഒക്കെ ചെയ്യില്ലേ, ഇപ്പൊ മെയില് ഫീമെയിലിന്റെ സൗണ്ടി പാടുകയൊക്കെ ചെയ്യില്ലേ, അതേപോലെയൊക്കെ ഉള്ള ഒരാളെ. സാറേ പോയല്ലേ? സാറില്ലല്ലോ. അതെന്നറിയാമോ, നമ്മുടെ സാറിന് പെണ്ണുങ്ങളോടൊന്നും താല്പര്യമില്ല, ആണുങ്ങളോടും ഇല്ല. എനിക്ക് താല്പര്യമുണ്ട്. 1.5 വർഷം മുമ്പ് പോലും. 1.5 വർഷം ഇല്ലെന്നാലും എനിക്കൊരു പെൺകുച്ചിനെ ഇഷ്ടം. പോ സാറേ. എന്നിട്ട് അവക്ക് സാറിന് ഇഷ്ടമാണോ? ഇഷ്ടം എഴുതുണ്ട്. ഞാൻ എന്റെ വിലയിൽ നിലയും വിട്ട് താഴെ ഇറങ്ങി വന്നിരിക്കുകയാണ്. നീ എന്നെ സഹായിക്കണം. ഞാൻ എങ്ങനെയാ പ്രപ്പോസ് ചെയ്യേണ്ടത്? സാറ് സാറിന്റെ ഉള്ളിലുള്ള പ്രേമം അത് അവളുടെ അടുത്ത് തുറന്ന് പറയണം. കുഴപ്പമില്ലല്ലേ? ഇല്ല. അതെങ്ങനെ പറയണം? ഒരു ഫ്ലവർ എടുത്ത് പറയണം. ഓക്കെ, ഞാനിവിടെ നിന്ന് മാറി നിൽക്കാം. അതാ നല്ലത്. സാർ എന്നിട്ട് തുറന്നു പറയാം. തെളിവുണ്ടല്ലേ? സാറിന് ചായ വേണം? എനിക്കൊരു ചായ വാങ്ങിച്ചോണ്ട് വരൂ. എന്നാ ഞാൻ ചായ എടുത്തിട്ട് വരാം. കുട്ടി, ഒരാവശ്യം വന്നാൽ പുല്ല് വരുത്തില്ല. പറ്റിട്ടോ? എനിക്ക് കുട്ടിയുടെ ഒരു കാര്യം പറയാനുണ്ട്. എല്ലാ പുഴകളും ഒഴുകി കടലിലേക്ക് ചെന്ന് ചേരുന്നു. സൂര്യൻ കടലിൽ ലയിച്ചു ചേരുന്നു. എന്റെ പ്രണയം ഞാൻ കുട്ടിക്ക് സമ്മാനിക്കുകയാണ്. വലിയ മൈരീമി. അങ്ങക്ക് മാറിയതില്ല. പോട്ടെ സ്ത്രീകളോട് പെരുമാറിയില്ല. പോട്ടെ ഉണ്ണിക്കണ്ണന്റെ എന്തായി ഇവിടെ? കുഞ്ഞിക്കണ്ണ ഇഷ്ടമാണെന്നും തെളിവുണ്ടെന്നും ഒക്കെ ഇഷ്ടമാണ്. എന്നിട്ടോ അതിന് തെളിവുണ്ട്. കണ്ടോ? ഇത് കണ്ടോ? എന്റെ ഇഷ്ടമാണ് ഐ ലവ് യു എന്ന് എഴുതിയിരിക്കുന്നത്. മനഞ്ഞ ചേമ്പേ, അത് ഞാൻ എഴുതിയതാണോ? നീ എഴുതിയതാണോ? നിനക്ക് എന്നോട് അവൾക്ക് എഴുതി കൊടുത്തു.
കൊടുത്തതാ. നിന്റെ ശബ്ദം എന്താ ഇങ്ങനെ മാറിയത്? നിനക്ക് എന്ത് പറ്റി? എനിക്ക് വേൾഡ് കപ്പിൽ ഫസ്റ്റ് കിട്ടി. കുഞ്ഞിക്കണ്ണ ഈ കണ്ണ പോ.